ഈ വ്യക്തി പരിശുദ്ധ ഖുർആനിനെ നിരന്തരമായി അതിലുള്ള ആയത്തുകളെയും അതിനുള്ള വ്യാഖ്യാനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഇത് കാണുന്നുണ്ട്, സാധാരണക്കാരായ മുസ്ലിങ്ങളും ഇവന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇവന്റെ വാക്കുകളിലെ ചാതുര്യം ഇവന്റെ അത്തരത്തോളമാണ്. ഇവൻ വസ്വാസ് ഉണ്ടാക്കും, അത് തന്നെ ഇവൻ പറയുന്നതാണോ ശരിയെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇവൻ ഫാസ്റ്റ് സ്പീഡിൽ വിശദീകരിക്കാതെ പറഞ്ഞു പോകും. എന്നിട്ടോ പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം ആലി ഇമ്രാനിലെ സൂറത്ത് ഇവൻ പറഞ്ഞുകൊണ്ട് പറയാണ്, അള്ളാഹു തആല മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത്, ആദമിനെ അള്ളാഹ് ഉണ്ടാക്കിയതല്ല. അപ്പൊ അതിനുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആ മറുപടി വീഡിയോ കാണാൻ, മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും 1 മുതൽ സമയം കണ്ടെത്തി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇത് നിസ്സാര കാര്യമല്ല. ഇതിൽ മുജാഹിദോ സുന്നിയോ ജമായത്തോ ഒന്നും നിങ്ങൾ തരയരുത്. മുസ്ലിം പരിശുദ്ധ ഖുർആനിനെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ആ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഇനി ഇവൻ പറയുന്നത് കേൾക്കൂ. ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ 33-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വചനം എടുത്തുകൊണ്ടാണ് ഇവൻ കളവ് നടത്തുന്നത്. ആ കളവ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടും ആദ്യം ഇടും. ഇത് ഓരോ എന്റെ വീഡിയോന്റെ മുന്നിൽ ഈ വീഡിയോ ആയിരിക്കും. എന്നിട്ടാണ് മറുപടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ പറയുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം. അപ്പോഴേ ഇസ്തഫ എന്നുള്ള വാക്ക് പറ്റുള്ളൂ. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്ത്, മൂസാ നബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇസ്തഫ എന്ന് പറയുന്നുണ്ട്. ഇസ്തഫ എന്ന പദം ഒറ്റ ഒന്നാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം. ഇസ്തഫ എന്ന പദം ശരിയാകണമെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്തു ആദമിനെ തെരഞ്ഞെടുത്തു, ഇവിടെ തെരഞ്ഞെടുത്തു, അവിടെയുള്ള മനുഷ്യവംശത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു ആദമിന്റെ ഇടയെയും തെരഞ്ഞെടുത്തു. ഹവയെ ഭാര്യയിൽ നിന്ന് പഠിച്ചതല്ല. ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. ഇവൻ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോന്റെ എല്ലാ വീഡിയോന്റെയും മുന്നായിട്ട് ഇവന്റെ ഈ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇവൻക്കുള്ള മറുപടി ആണ് ഞാൻ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ 1-ാമത്തെ വീഡിയോ മുതൽ കണ്ട് തുടർച്ചയായി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലൈന് മനസ്സിലാവുകയുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ വിശ്വാസികളുടെ മുന്നിൽ ഞാൻ ഒരു സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ വചനം മുതൽ 8-ാമത്തെ വചനം വരെ ഓതി പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം മാത്രം പറയും. വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ആദ്യം അത് കേൾക്കുക. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആലു ഇമ്രാൻ 3-ാമത്തെ അധ്യായത്തിലേക്ക് ആണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ആ ആലു ഇമ്രാൻ 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന മുന്നോടിയായി ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കൽ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ആർക്കാണോ അള്ളാഹു ഹിദായത്ത് നൽകുന്നത് അവൻ രക്ഷപ്പെട്ടു. പ്രത്യേകം മനസ്സിലാക്കണം, മുസ്ലിം ആയതുകൊണ്ട് പേരായതുകൊണ്ട് കാര്യമില്ല. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ഉപ്പ മുസ്ലിമാണ്, എൻ്റെ ഉമ്മ മുസ്ലിമാണ്, എൻ്റെ കുടുംബം മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹു തെരഞ്ഞെടുത്തുകൊണ്ട് ഹിദായത്ത് നൽകപ്പെട്ടവർ ഒഴികെ. അപ്പൊ ഹിദായത്ത് ആർക്കാ കിട്ടുക? ആ ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. അല്ലാതെ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് കിട്ടൂല. ഞാൻ കൂടുതൽ പറയാതെ ഈ ആയത്തിലേക്ക് പോവുകയാണ്. 8 വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون.
വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. സദഖല്ലാഹ്. ഇനി അതിന്റെ അർത്ഥമാണ് പറയുന്നത്. ദാലികൽ കിതാബ് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അല്ലാഹു തആല പറയാണ്, ഇതാകുന്നു ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഈ പരിശുദ്ധ ഖുർആൻ. അടുത്ത് കേട്ടോളൂ, മൂന്നാമത്തെ പറയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയേണ്ടത്, പറയാതെ പോയാൽ ശരിയാവില്ല. രണ്ടാമത്തേതിൽ എന്താ പറഞ്ഞത്? അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും. അപ്പൊ അദൃശ്യ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് രണ്ടും മൂന്നൊക്കെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രാർത്ഥന അഥവാ നമസ്കാരം, പ്രാർത്ഥന എന്ന് പറയുന്നത് അഥവാ നമസ്കാരം, നമസ്കാരം എങ്ങനെയാണോ അല്ലാഹു തആല പറഞ്ഞ് അത് നിർവഹിക്കുകയും. നമസ്കാരം പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക. അപ്പൊ ഈ നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പറയാനുള്ള കാരണം, തുടർന്നുള്ള വാക്കുകളും ഇതിന്റെ തുടക്കത്തിലുള്ള വാക്കുകളും നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു തുണി പോലും, ഒരു തുണിന്റെ കഷ്ണം പോലും നമ്മുടെ ശരീരത്തിൽ നമ്മളതായിട്ടൊന്നുമില്ല. ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അള്ളാഹു ഇവിടെ സംവിധാനിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല, ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാനൊരു ഒരു ഐഫോൺ നിങ്ങളെ കയ്യിൽ തന്നു. ഐഫോൺ കയ്യിൽ തന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ, കേട് വരുത്തരുത്, ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാറ് തരും. ഒരു കാറ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറയാണ്, അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഞാൻ വരുന്നവരെ കേടുപാടൊന്നും കൂടാതെ ഞാൻ വരുമ്പോൾ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ നിങ്ങൾ ആ കാറ് ഓട്ടിയിട്ടുണ്ട്, കാറ് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു പോന്ന് അതിനേറ്റവും നിങ്ങൾ ലയിച്ചു പോയി. ഞാൻ സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം, എനിക്ക് ആ ചാവി തരൂ, കാറ് തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. വിഷമം ഉണ്ടാവുക ഉണ്ടാവും. വിഷമം ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം കാറ് നിങ്ങളതല്ല, കാറ് എന്റേതാണ്. ഞാൻ നിങ്ങൾക്കത് തന്നു ഉപയോഗിക്കാൻ, നിങ്ങൾ ഉപയോഗിച്ചു, കേടുപാട് കൂടാതെ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ അള്ളാഹു നമുക്കൊരു 10 ലക്ഷം റുപ്യ തന്നു, 1 കോടി റുപ്യ തന്നു, 10,000 റുപ്യ തന്നു, എന്തായിരുന്നാലും അള്ളാഹു തന്നിട്ട് അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. നാം നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും, അപ്പോൾ നമുക്ക് കിട്ടിയ സമ്പത്ത് മുഴുവനും അള്ളാഹു നമുക്ക് തന്നതാണ് എന്ന ബോധം നമുക്ക് വേണം.
അതിൽ നിന്ന് ചെലവാക്കുന്നത് എത്രയാണ് അള്ളാഹ്ക്ക് മനസ്സിലാവും. അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ഭാര്യ മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ പറഞ്ഞു. ദൂർത്തടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആലക്ക് അറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ സമ്പാദിച്ചു, എന്തിന് ചെലവാക്കി, എത്ര ചെലവാക്കി എന്ന സമ്പത്തിന്റെ കണക്ക് കൃത്യമായി ബോധിപ്പിക്കാതെ നിങ്ങളെ കാൽപാദം അള്ളാന്റെ കോടതിയിൽ നിന്ന് അനങ്ങൂല. അപ്പൊ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. നമുക്ക് മനസ്സിലായി, നീണ്ടുപോകും. അപ്പൊ അടുത്ത് കേട്ടോളൂ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്ക് നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവത്രേ അവർ. ആര്? സൂക്ഷ്മത പാലിക്കുന്നവർ. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ, അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഇവനെ പോലുള്ള സത്യനിഷേധികൾ, എന്നാൽ സത്യം എന്താണെന്ന് ആല് ഇമ്രാൻ സൂറത്ത് പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കാം. അങ്ങനെ സത്യത്തിന് നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഒരു ഇതില്ല. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അത് അള്ളാന്റെ റസൂലിനോടാണ് ഈ പറഞ്ഞത്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കഴിഞ്ഞാലും അള്ളാന്റെ റസൂൽ വഫാത്തായി. ഇനി നമ്മളാണ് ഈ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഉത്ബോധനം നൽകേണ്ടതും നമ്മൾ ഉത്ബോധനം സ്വീകരിക്കേണ്ടതും. ഇത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്നല്ല, ആദ്യം നമ്മളോടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാനൊരു സത്യനിഷേധിയാണെങ്കിൽ എനിക്കുള്ള വചനാണ്. ആ ഓതുന്ന സമയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇത് എന്നോടാണല്ലോ എന്റെ റബ്ബ് പറയണത് എന്ന് എനിക്ക് തോന്നണം, നിങ്ങൾക്ക് തോന്നണം. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മുക്തനാകണം. അപ്പൊ എന്താണ് പറഞ്ഞത്? സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവർ വിശ്വസിക്കുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കൂല. പിന്നെ നമുക്ക് എന്തില്ല, അവർ വിശ്വസിക്കണ്ട. അത് നമ്മളെ ബാധ്യത. അവർ വിശ്വസിച്ചില്ല, അവരെ വിചാരണ അള്ളയാണ് നടത്തുന്നത്, നമ്മളല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെയുള്ള കാപട്യം നടക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ കടമ. വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതല്ല അവൻ പറഞ്ഞത് തെറ്റാണ്, ഇതാണ് ഇതിന്റെ ശരി എന്ന് പറഞ്ഞു കൊടുക്കൽ മാത്രമേ നമുക്ക് ദൗത്യം. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും ഈ പറയുന്ന എനിക്കും ഉപകാരം കിട്ടണം പരലോകത്ത്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നാലും ശരി, നമുക്ക് അവരെ തിരുത്താനോ അവരെ മാറ്റാനോ സാധ്യമല്ല. അത് ആരാ പറയുന്നത്? അള്ളാഹു ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവരെ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട, ബേജാറാകേണ്ട ആവശ്യമല്ല. കാരണം അവർ നരകത്തേക്ക് പോയാലും സ്വർഗത്തേക്ക് പോയാലും നല്ലത് അവർക്ക് കിട്ടിയാൽ അത് അവർക്കാ കിട്ടുന്നത്. പക്ഷേ വിശ്വാസികളായ സാധാരണക്കാരായ ആളുകൾ ഇവന്റെ സംസാരം കേട്ടിട്ട് പരിശോധിക്കാതെ ഇവനെയാണ് പിൻപറ്റണമെങ്കിൽ അത് നഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഇത് വിശദീകരിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി അടുത്ത കേൾക്കൂ, 7-ാമത്തെ വചനം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഇഷാവ വലഹും അദാബുൻ അലീം. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ കേൾക്കൂല, സ്വീകരിക്കൂല. അവരുടെ ഹൃദയങ്ങളിൽ മേലും
ഒരു മൂടിയുണ്ട്, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ വചനം ഭയഭക്തിയോടുകൂടി ഉള്ളിലേക്ക് കയറൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. ഇപ്പൊ ഇവനൊക്കെ എന്ത് പറയും? ഞാൻ പരലോകത്തിൽ വിശ്വസിക്കാം പറഞ്ഞേക്കാം, പക്ഷെ ഇവർ വിശ്വാസികളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ഇവരെ അള്ളാഹും അവരെ തീരുമാനം അള്ളാഹു എടുത്തോളും. ഇവർ കേൾക്കൂല എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അവരോടല്ല സംസാരിക്കുന്നത്. ചതിക്കപ്പെടാനും ഇവരുടെ വാക്കിൽ പെട്ടുപോയി സത്യനിഷേധത്തിലേക്ക് പോകാതിരിക്കാനുമാണ് നമ്മൾ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ, അത് മാത്രമല്ല ഇത് പഠിക്കാൻ താല്പര്യമുള്ള ഏത് ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആനെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? ആലി ഇമ്രാനിലെ 33-ാമത്തെ വചനം 33-ാമത്തെ ആയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ 33-ാമത്തെ ആയത്ത് ഇനി ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ വിശദീകരിച്ചു പോകുന്നതാണ് 6-ൽ 7-ാമത്തെ വീഡിയോ. 7-ാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ 33 കഴിഞ്ഞ് 34-ാമത്തെ വചനത്തിലേക്ക് കടക്കുകയാണ്. അതിൽ അല്ലാഹു തആല പറയാണ്, ചിലരുടെ സന്തതികളായിക്കൊണ്ട് ആണ് ജനിച്ചിട്ടുള്ളത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകും. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹു തആല ആ ആയത്തിൽ പറഞ്ഞ ആല് ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ആരൊക്കെയാണ്?